മൂന്നാറിൽ കാട്ടുകൊമ്പൻ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുന്നു. ജനവാസ മേഖലയിൽ നിന്നും ആനയെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ ഇറങ്ങി പരാക്രമണം നടത്തിയ പടയപ്പയെ ഉൾവനത്തിലേക്ക് തുരത്താൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ദിവസവും മൂന്നാറിലെ ജനവാസ മേഖലയിൽ പടയപ്പയുടെ ശല്യം വർദ്ധിച്ചു വരുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മൂന്നാർ ഉദുമൽപേട്ട അന്തർസംസ്ഥാന പാതയിൽ ഇറങ്ങി പടയപ്പ പരാക്രമണം നടത്തിയത്. വിനോദ സഞ്ചാരികൾ അടക്കമുള്ള നിരവധി വാഹനയാത്രികർ ഈ സമയം നിരത്തിലുണ്ടായിരുന്നു. റോഡിലൂടെ എത്തിയ ബസ്സിനു നേരെ പരാക്രമണം നടത്താൻ കാട്ടുകൊമ്പൻ പാഞ്ഞെടുത്തെങ്കിലും ഡ്രൈവർ വാഹനം പിറകോട്ട് എടുത്തതിനാൽ പിന്മാറുകയായിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പടയപ്പ മൂന്നാർ ടൗണിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് ആനയെ തുരത്തി ഓടിക്കുകയും ചെയ്തിരുന്നു. മുൻപ് ശാന്ത സ്വഭാവക്കാരനായിരുന്ന പടയപ്പ സമീപകാലത്തായി സ്ഥിരമായി ആക്രമണ സ്വഭാവം പുറത്തെടുക്കുന്നതിന് പുറമെ തോട്ടം മേഖലകളിലെ ലയങ്ങൾക്കരികിലെത്തി കൃഷിനാശം വരുത്തുന്ന സാഹചര്യവുമുണ്ട്. വേനൽ കനക്കുന്നതോടെ പടയപ്പയുടെ ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കാട്ടുകൊമ്പനെ ഉൾവനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ഹൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള മിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.